നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് കേട്ടോ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡെറിവേഷൻസ് എന്താണ്, ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നല്ലേ. ഇനി എന്തിനാണ് ശരിക്കും നമ്മൾ ഈ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്, എന്താണ് നമ്മുടെ റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിയടാ, എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്? ഫസ്റ്റ് വൺ കണ്ടോ, ടു ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ക്വാണ്ടിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. കണ്ടോ, എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ടു ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ് കേട്ടോ. ഒരു ക്വാണ്ടിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കിക്കേടാ, ഫൈൻഡ് മാക്സിമ ആൻഡ് മിനിമ അല്ലേ. മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ മാക്സിമ ആൻഡ് മിനിമ കണ്ടുപിടിക്കാനും നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്? ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്തത് ഫൈൻഡിങ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ. നോക്കിയടാ, ഒരു ക്വാണ്ടിറ്റിയുടെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടൊരു വാല്യൂ കണ്ടുപിടിക്കാനും നമ്മൾ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് ഫൈൻഡിങ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു കർവ്. കണ്ടോ, അപ്പോൾ ഫൈൻഡിങ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു എ കർവ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റത്തെ പോയിന്റ് ആയ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിനെ ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, നോക്കിയടാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. ഞാൻ പറഞ്ഞു ഒരു ക്വാണ്ടിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അല്ലേ, ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെന്ന് പറഞ്ഞു. നോക്കിയടാ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മൾ ഇപ്പോൾ ഇതിൽ മാത്സ് ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ, നമ്മുടെ എന്താണ് BSc മാത്സ് MSc മാത്സ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അത് ചിലപ്പോൾ +2 നമ്മൾ ഒരു എന്താണ് ഫിസിക്സിലൊക്കെ ചെറിയൊരു പോർഷൻ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് എന്താണ്, നമ്മൾ അത് ഫിസിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെന്ന് പറയും. അതല്ലെങ്കിൽ നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ടെൻഷൻ ആവണ്ട. ഞാനൊന്നിട്ട് പറയാം എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താടാ? DX അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ DX ആണ്, അല്ലെങ്കിൽ d/dx ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുവാണ്, എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. എന്താണ്? എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. അതായത് ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ടൈമിനനുസരിച്ച് ഈ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? dx/dt. കണ്ടോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടീനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? dx/dt. അപ്പോൾ y എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്താൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ എങ്ങനെ ചെയ്യും? dy/dt എന്ന് എഴുതും അല്ലേ. dy/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞ ടൈം എന്ന് പറഞ്ഞാലും മതി കേട്ടോ. എന്താടാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y എന്ന് പറയാം, അല്ലെങ്കിൽ ചേഞ്ചിങ് y വിത്ത് റെസ്പെക്ട് ടു ടൈം. അവിടെ ഞാൻ മറ്റൊരു ടേം കൂടി പറയുകയാണ്, ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. എന്താണെന്ന് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ y എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ എന്താണ് ഒരു ചേഞ്ച് ഉണ്ടായി. അതാണല്ലോ dy/dt എന്ന് പറയുന്നത്. അത് ആ ചേഞ്ച് വളരെ ചെറിയ ഒരു ടൈം ഇൻ്റർവെല്ലാണെന്ന് ഇരിക്കട്ടെ. വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായത് എങ്കിൽ നമ്മൾ അതിനെ പറയും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയും. ഇതാണ്ടാ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്.
ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്നൊക്കെ പറയുന്ന ടേം നിങ്ങൾക്ക് ഒരിക്കലും എന്താണെന്നോ എന്ന രീതിയിലൊന്നും ഓപ്ഷനിൽ ചോദിക്കില്ല. പക്ഷേ പകരം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ഒരു വേർഡ് മെൻഷൻ ചെയ്തിരിക്കും, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്നും എങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താടാ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ ഗിവൺ ദാറ്റ് എന്താണ്, ആർ ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഓക്കെ, നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് സർക്കിൾ. സർക്കിളിന്റെ ഏരിയക്കുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. ഞാൻ പറഞ്ഞു ഏതൊരു കാര്യത്തിന്റെയും റേറ്റ് ഓഫ് ചേഞ്ച് പറയണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ പറയും. റേറ്റ് ഓഫ് ചേഞ്ച് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ടൈം പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ട എന്താ, ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ നമുക്ക് ഏരിയ എന്താണെന്ന് നോക്കാം. ഏരിയ ക്വസ്റ്റ്യൻ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് സർക്കിൾ ആണ് അല്ലേ. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല πr² ആണ്. πr² ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. അപ്പൊ എന്താ വേണ്ടേ, dA/dt അല്ലേ. അല്ലേ, എന്തെങ്കിലും സംശയം ഉണ്ടോടാ? നേരത്തെ ഞാൻ പറഞ്ഞു എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്, എക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് dx/dt ആണ്. ഇതാണ് എക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ dA/dt ആണ്. ഓക്കെ അല്ലേടാ? ഓക്കെ. dA/dt എന്ന് പറഞ്ഞാൽ എന്താടാ ശരിക്കും? dA/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് എ ആണ്. d/dt ഓഫ് എ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? d/dt ഓഫ് എക്ക് പകരം എന്ത് കൊടുക്കാം? πr². കണ്ടോ, πr². അപ്പൊ d/dt ഓഫ് πr². എന്താണടാ ഡെറിവേറ്റീവ് ഓഫ് πr² എന്ന് പറയുന്നത്? ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതായത് ഡെറിവേറ്റീവ്സ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്, റിയൽ ലൈഫിൽ എവിടെയൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ πr² ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്യാം നോക്കിക്കേടാ. πr² ആണ്. ഇതില് പൈ എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0 ആണ്. നോക്കിക്കേ, d/dx നമ്മൾ പഠിച്ചിട്ടുണ്ട്, d/dx ഓഫ് അല്ലേ, അല്ലെങ്കിൽ d/dt ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. പക്ഷേ ഡെറിവേറ്റീവ് നമ്മൾ d/dt ഓഫ് കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്, കണ്ടോ, കോൺസ്റ്റന്റിനെ വേറൊരു നമ്പറുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നേ? കെയിനെ ഇങ്ങ് പുറത്തെടുത്തിട്ട് ബാക്കി d/dt ഓഫ് എക്സ് ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ 0 എടുക്കാം. കോൺസ്റ്റന്റും വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ വാല്യൂ കൂടി ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റിനെ പുറത്തെടുത്തിട്ട് ആ വാല്യൂവിന്റെ മാത്രം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇത് സിമ്പിൾ അല്ലേ? നമ്മുടെ ഡെറിവേറ്റീവ്സ് പഠിക്കുമ്പോൾ ഒരു സിമ്പിൾ ലോജിക് അല്ലേ അത്? ഓക്കെ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇവിടെ d/dt ഓഫ് πr²ൽ പൈനെ ഇങ്ങ് പുറത്തെടുത്തിട്ട് ബാക്കി d/dt ഓഫ് r² എടുക്കണം. കണ്ടോ, പൈനെ ഇങ്ങ് പുറത്തെടുത്തിട്ട് d/dt ഓഫ് r² എടുത്തു. എന്താണ് d/dt ഓഫ് r²? എങ്ങനെ ചെയ്യും നോക്കിയേ മക്കളെ. എന്താണ് d/dx ഓഫ് x⁻n dx എന്ന് പറഞ്ഞാൽ? ഡെറിവേറ്റീവ് ഓഫ് x⁻n എന്താ? n ഇൻറ്റു x⁻n−1 അല്ലേ? n ഇൻറ്റു x⁻n−1 അല്ലേ? അപ്പോൾ d/dt ഓഫ് r² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ഇൻറ്റു r⁻²−1 ആയിരിക്കും. ആണല്ലോ? അങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ ഒരു പൈ ഉണ്ട്. സോ പൈ ഇൻറ്റു d/dt ഓഫ് r² പകരം 2 ഇൻറ്റു r⁻²−1. അതായത് എന്ത് വരും? പൈ ഇൻറ്റു 2r അല്ലേ? പൈ ഇൻറ്റു 2r അഥവാ 2πr എന്ന് വരും. 2πr എന്ന് വരും. കണ്ടോ? ഇതായിരിക്കും എന്ത്? d/dt ഓഫ് എ അല്ലെങ്കിൽ dA/dt എന്ന് പറയുന്ന വാല്യൂ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്താ വേണ്ടത്?
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് വെൻ r is equal to 5 സെന്റിമീറ്റർ. അതായത് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണം? ആ ആറിൻ്റെ വാല്യൂ എടുത്ത് നമുക്കിവിടെ ഈ കിട്ടിയ ഉത്തരത്തിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും ഇവിടെ? 2πr അല്ലേ? അപ്പോൾ 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിന് പകരം 5. അപ്പോൾ 5 2 10 പൈ എന്ന് വരും. കണ്ടോ? 10 പൈ എന്ന് വരും. മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് വെൻ ദ റേഡിയസ് ഈസ് 10 സെന്റിമീറ്റർ. കണ്ടോ? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സർക്കിളിൻ്റെ റേഡിയസ് യൂണിഫോംലി ഇൻക്രീസ് ചെയ്യുവാണ് വിത്ത് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന റേറ്റിൽ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഇൻക്രീസിങ് വെൻ റേഡിയസ് 10 സെന്റിമീറ്റർ. അങ്ങനാണെങ്കിൽ അതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എത്ര? സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കണം. ഗിവൺ റേഡിയസ് 10 സെന്റിമീറ്റർ എന്നും പറയുന്നുണ്ട്. എങ്ങനെ ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എടുത്ത് എഴുതാറില്ലേ? അതുപോലെ നമുക്ക് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നേടാ? റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് നമുക്ക് എഴുതാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് അല്ലേ? റേഡിയസ് ഇൻക്രീസിങ് ആണ്. നോക്കിയടാ, ഇൻക്രീസ് ആണെങ്കിലും ഡിക്രീസ് ആണെങ്കിലും ചേഞ്ച് തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് dr/dt എഴുതിക്കൂടെ എനിക്ക്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസിനെ dr/dt എന്ന് എഴുതിക്കൂടെ? എഴുതാം. എത്ര റേറ്റ്? 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അല്ലേ? അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dA/dt ആണ്. ഓക്കെ അല്ലേ? അപ്പം എങ്ങനെ ചെയ്യാടാ? എന്തായിരിക്കും dA/dt വരുന്നത്? നോക്കിയേ, നമ്മുടെ സർക്കിൾ അല്ലേ? റേഡിയസ് ഓഫ് സർക്കിൾ അല്ലേ? തന്നിരിക്കുന്ന സാധനം എന്താണെന്ന് നോക്കണം. സർക്കിൾ ആണോ സ്ഫിയർ ആണോ എന്താണെന്ന് നോക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് വേണം? അതിൻ്റെ ഏരിയയുടെ ഫോർമുല നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താ? സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. അപ്പോൾ d/dt ഓഫ് എന്താണ്? πr². d/dt ഓഫ് πr². കണ്ടോ? അപ്പോൾ dA/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് πr². കണ്ടോ? അതായത് ഏരിയയുടെ ഡെറിവേറ്റീവ് d/dt ഓഫ് πr². നോക്കിയേ, അപ്പോൾ എന്ത് വരും ഇവിടെ? പൈ കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. ബാക്കി d/dt ഓഫ് r², ഡെറിവേറ്റീവ് ഓഫ് r². എന്താണ് ഡെറിവേറ്റീവ് ഓഫ് r²? d/dx ഓഫ് x റേസ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് x റേസ് ടു n dx, n ഇൻറ്റു x റേസ് ടു n - 1. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് r² എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് r² 2 ഇൻറ്റു r റേസ് ടു 2 - 1 അല്ലേ? 2 ഇൻറ്റു r റേസ് ടു 2 - 1 ഇൻറ്റു നോക്കിക്കേടാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് r² ആണ് നമ്മൾ എന്ത് എഴുതിയത്? 2 ഇൻറ്റു r റേസ് ടു 2 - 1. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് r² മാത്രമാണോ ഉള്ളത്? ആറിൻ്റെത് കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ചെയിൻ റൂൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് r എന്തെഴുതാം? dr/dt. കണ്ടോ? അപ്പോൾ d/dt ഓഫ് πr² കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം പൈനെ പുറത്തെടുത്തിട്ട് ഡെറിവേറ്റീവ് ഓഫ് r² അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് r² എടുത്തു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് r² എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു r റേസ് ടു 2 - 1 ആണ്. ഇൻറ്റു പിന്നെ അവിടെ എന്തുണ്ട്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് r കൂടിയുണ്ട്. അപ്പോൾ അതിനെയും ചെയ്യണം. നമ്മൾ ചെയിൻ റൂൾ പഠിച്ചപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് പറഞ്ഞതാണ്. എന്താണ്? നമ്മൾ ഓരോന്നിനെയും എടുത്ത് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എന്ത് വരും ഇവിടെ? പൈ ഇൻറ്റു 2 ഇൻറ്റു r റേസ് ടു 2 - 1 എന്താ? r റേസ് ടു 1 അല്ലേ? അതായത് 2r. പൈ ഇൻറ്റു 2r ഇൻറ്റു dr/dt. dr/dt എന്താടാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? റേഡിയസ് അല്ലേ? അല്ലെങ്കിൽ ചേഞ്ച് ഇൻ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? dr/dt 3 സെന്റിമീറ്റർ പെർ സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം. പൈ ഇൻറ്റു 2r ഇൻറ്റു 3 എന്ന് വരും. കണ്ടോ? അപ്പോൾ എന്ത് വരും ഇവിടെ? 2 ഇൻറ്റു 3 6 6πr എന്ന് വരും. 6πr എന്ന് വരും അല്ലേ? തീർന്നോ? തീർന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ?
സർക്കിൾ ഈസ് ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 10 സെന്റിമീറ്റർ. അല്ലെ, ഏരിയ ഓഫ് സർക്കിൾ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. വിത്ത് ടൈം എത്രയാണ്, വിത്ത് റേഡിയസ് എത്രയാണ്, 10 സെന്റിമീറ്റർ. അപ്പോൾ എന്ത് വേണം, റേഡിയസിന്റെ വാല്യൂ എടുത്ത് നമ്മൾ ഈ കിട്ടിയ ഉത്തരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോഴോ 6 × π × 6 പകരം 10. അപ്പോൾ എത്ര വരും, 10×6 60 × π 60 π എന്ന് വരും. 60 π എന്തായിരിക്കും, സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ, സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഏരിയ അല്ലേ, ഏരിയ ആയതുകൊണ്ടാണ് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് കൊടുത്തത്. മനസ്സിലായോ? ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇറ്റ്സ് സർക്കംഫറൻസ്? കേട്ടോ, നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്, ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ത് തന്നു, റേഡിയസ് തന്നു, എന്നിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഇപ്പോൾ തന്ന ക്വസ്റ്റ്യൻ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് തന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്, സർക്കംഫറൻസിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ, അപ്പം നമ്മൾ മനസ്സിൽ ആദ്യമേ ഓടി വരണം, എന്താണ്, വാട്ട് ഇസ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ? എന്താണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിന്റെ ഫോർമുല? സർക്കംഫറൻസ് സി എന്ന് പറഞ്ഞാൽ 2πr ആണ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ പെരിമീറ്റർ അല്ലേ, ആണല്ലോ, സർക്കിളിന്റെ പെരിമീറ്റർ 2πr ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് അല്ലേ, അതായത് dr/dt തന്നിട്ടുണ്ട്. എത്ര dr/dt? 0.7 ആണ്, 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇനി എന്താ വേണ്ടേ, സർക്കംഫറൻസിലുള്ള ചേഞ്ച്. അപ്പോൾ dc/dt അല്ലേ, dc/dt എന്ന് എഴുതിക്കൂടെ അല്ലേ, d/dt ഓഫ് c. അപ്പൊ എന്ത് വരും, d/dt ഓഫ് സർക്കംഫറൻസ് 2πr. കണ്ടോ, അപ്പൊ എങ്ങനെ കിട്ടൂടാ നമുക്ക്, d/dt ഓഫ് 2πr അല്ലേ. അപ്പോ നമുക്ക് എന്ത് വേണം, ഇവിടെ 2π കോൺസ്റ്റന്റ് ആണ്, 2 എന്നുള്ളതും π എന്നുള്ളതും കോൺസ്റ്റന്റാ. അപ്പൊ നമുക്ക് ആ 2π ഒരുമിച്ച് ഇങ്ങനെ പുറത്തെടുക്കാം. 2π എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളേ, r ന്റെ ഡെറിവേറ്റീവ് അല്ലേടാ, അതായത് d/dt ഓഫ് r അല്ലേ. d/dt ഓഫ് r എന്താ, dr/dt ആണ് അല്ലേ, dr/dt ആണ്. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്, 2π × dr/dt വാല്യൂ ഉണ്ടോ, dr/dt വാല്യൂ ഉണ്ടല്ലോ, എത്ര, 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 2 × π × 0.7 എത്ര വരും, 2 × 0.7 7 2 14 അല്ലേ. ഒരു സ്ഥാനം മാറ്റി നമ്മൾ പോയിന്റ് കൊടുത്തു. അപ്പോൾ 1.4 × π എന്ന് വരും, 1.4 × π സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. കണ്ടോ, സർക്കംഫറൻസ് ആയതുകൊണ്ടാണ് സെന്റിമീറ്റർ പെർ സെക്കൻഡ് കൊടുത്തത്. ഏരിയ ആയിരുന്നെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കേണ്ടി വന്നാണ് കേട്ടോ. മനസ്സിലായോ? അപ്പം നമുക്ക് എന്താ വന്നേ, 2π × 0.7 ചെയ്തപ്പോൾ 1.4 π സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നു. മനസ്സിലായോ? ഇപ്പോൾ ഒരു സർക്കിളിന്റെ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് തന്നിട്ട് അതിൻ്റെ ഏരിയയ്ക്കുള്ള റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും, അതുപോലെ അതിൻ്റെ പെരിമീറ്ററിനുള്ള അല്ലെങ്കിൽ സർക്കംഫറൻസിനുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാലും കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ദ റേഡിയസ് ഓഫ് ആൻ എയർ ബബിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 1/2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. At what rate is the volume of the bubble increasing when the radius is 1 centimeter? എന്താ പറഞ്ഞേക്കുന്നേ? ഒരു എയർ ബബിളിന്റെ റേഡിയസ് 1/2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനാണെങ്കിൽ അതിന്റെ വോളിയം അല്ലെ, വോളിയത്തിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയടാ. എയർ ബബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഷേപ്പ്? എയർ ബബിൾ എന്താ ഷേപ്പ്? എന്തായിരിക്കും വരുന്നത്? സർക്കിൾ ആണോ? സർക്കിൾ അല്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തെറ്റിപ്പോവരുത്. എയർ ബബിൾ എന്ന് പറയുമ്പോൾ അതൊരു 3D ഫിഗർ അല്ലേ, അപ്പോൾ അവിടെ വരുന്നത് സ്ഫിയർ ആണ് കേട്ടോ, സ്ഫിയർ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് വേണം? സ്ഫിയറിന്റെ വോളിയം വെച്ചിട്ട് വേണം എടുക്കാൻ. ഓക്കെ അല്ലേ? നോക്കാം. റേഡിയസ് ഓഫ് എയർ ബബിൾ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ പറയുന്നുണ്ട്. സോ സ്ഫിയർ ആണെങ്കിലുള്ള റേഡിയസ് 6 തന്നെയല്ലേ? ആണ്. സ്ഫിയർ ആണെങ്കിലുള്ള വോളിയത്തിന്റെ ഫോർമുല ഓർമ്മയുണ്ടോ? വോളിയം ഓഫ് എ സ്ഫിയർ എന്താ? വോളിയം ഓഫ് എ സ്ഫിയർ 4/3 πr³ ആണ് കേട്ടോ. 4/3 πr³. ഓർത്തിരിക്കണേ. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നേ? റേഡിയസിനുള്ള റേറ്റ് ഓഫ് ചേഞ്ച് dr/dt എത്രയാ പറഞ്ഞേ? 1/2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? അങ്ങനാണെങ്കിൽ എന്താ വേണ്ടേ? വോളിയത്തിനുള്ള റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ ഏതാ? dv/dt അല്ലേ? അപ്പോ dv/dt എന്ന് പറയുമ്പോൾ
d/dt ഓഫ് വോളിയം അല്ലേ, d/dt ഓഫ് വോളിയം. വോളിയം എന്താ 4/3 പൈ ആർ ക്യൂബ്, 4/3 ഇൻറ്റു പൈ ആർ ക്യൂബ് അല്ലേ. എനി ഡൗട്ട്? ഓക്കെ. അപ്പോൾ എന്താ d/dt ഓഫ് 4/3 പൈ ആർ ക്യൂബ് പറയുമ്പോൾ 4/3നെയും പൈനെയും എനിക്കിഞ്ഞ് പുറത്തെടുത്തൂടെ? രണ്ടും കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ 4/3 പൈനെ ഞാനിഞ്ഞ് പുറത്തെടുത്തു. ബാക്കി എന്താ ഉള്ളേ? d/dt ഓഫ് ആർ ക്യൂബ് അല്ലേ. അപ്പോൾ എന്താടാ d/dt ഓഫ് ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ? d/dt ഓഫ് ആർ ക്യൂബ് എന്താ? ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് x raised to n, d/dt ഓഫ് x raised to n dx, n into x raised to n minus 1. അപ്പോൾ ഇവിടെ d/dt ഓഫ് ആർ ക്യൂബ് ചോദിച്ചാൽ 3 into r raised to 3 minus 1 അല്ലേ. 3 into r raised to 3 minus 1 എത്ര? r raised to 3 minus 1 r raised to 2 അഥവാ r സ്ക്വയർ. തീർന്നോ? തീർന്നില്ല. നിങ്ങൾക്ക് ഇവിടെയാണ് തെറ്റുന്നത്. തീർന്നില്ല. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ആർ ക്യൂബ് ആണ് കണ്ടുപിടിച്ചത്. ആർ ക്യൂബ് മാത്രം പോരാ, ഡെറിവേറ്റീവ് ഓഫ് ആർ വേണം അല്ലേ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ടൈം കൂടി വേണം. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമുക്ക് കിട്ടിയ 3r² ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്താ? dr/dt കണ്ടോ. 4/3 പൈ ഇൻറ്റു 3r² ഇൻറ്റു dr/dt. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് എഴുതുവാണേ. അപ്പോൾ എന്താ 4/3 പൈ ഇൻറ്റു 3r² ഇൻറ്റു dr/dt പകരം എന്ത് കൊടുക്കാം? dr/dt 1/2 ആണ്. 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഓക്കെ അല്ലേടാ. ഇനി എന്താ 3യും 3 കൂടി ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെന്താ ഉള്ളത്? 4 പൈ ഇൻറ്റു r² ഇൻറ്റു 1/2. അപ്പോഴോ 4ഉം 2ഉം കട്ട് ചെയ്തൂടെ? 4ഉം 2 കൂടി കട്ട് ചെയ്യുമ്പോൾ 2 വരും. അഥവാ 2 പൈ r² എന്ന് വരും അല്ലേ. 2 പൈ r² എന്ന് വരും അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2 പൈ r² എന്ന് കിട്ടി. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എന്താ പറഞ്ഞേക്കുന്നേ? വെൻ ദ റേഡിയസ് ഈസ് 1 സെന്റിമീറ്റർ. റേഡിയസിന് 1 സെന്റിമീറ്റർ ആകുമ്പോൾ ഉള്ള വോളിയത്തിനുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്. അതായത് എന്ത് വേണം? ഈ തന്നിരിക്കുന്ന കിട്ടിയ എക്സ്പ്രഷനിൽ റേഡിയസിന് പകരം എന്ത് കൊടുക്കാം? 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2 പൈ ഇൻറ്റു 1². അപ്പോൾ 2 പൈ എന്ന് തന്നെ വരും അല്ലേ. അപ്പോൾ 2 പൈ സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് വരും. സെന്റിമീറ്റർ ക്യൂബ് എന്തുകൊണ്ടാണ്? വോളിയം ആയതുകൊണ്ടേ 2 പൈ സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാനും സർക്കംഫറൻസും ആണ് ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താ? റേഡിയസ് തന്നിട്ട് വോളിയം കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയ ഫിഗർ എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ഫിയർ ആയിരുന്നു. അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം നമുക്കറിയാം 4/3 പൈ r³ ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. അതായത് dv/dt കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് വന്നിട്ട് അവസാനം നമ്മൾ എന്ത് വേണം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ dr/dtയുടെ വാല്യൂ തന്നിരിക്കുന്നത് കൊണ്ട് അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവസാനം റേഡിയസിൻ്റെ വാല്യൂ 1 സെൻറ്റിമീറ്റർ പറഞ്ഞതുകൊണ്ട് അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ 1 സെൻറ്റിമീറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? 2 പൈ r² തന്നെ ആയിരിക്കും കേട്ടോ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. The volume of a cube is increasing at the rate of 9 cubic centimeter per second. How fast is the surface area increasing when the length of edge is 10 centimeter? കണ്ടോ? എന്താണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഫിഗർ നോക്കിയടാ? ക്യൂബ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സർക്കിൾ പഠിച്ചു, അതുപോലെ തന്നെ എന്താ സ്ഫിയറിന്റെ കാര്യവും പഠിച്ചു. ഇപ്പം തന്നേക്കുന്ന ഏതാണ്? ക്യൂബ് ആണ് കേട്ടോ. ക്യൂബ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്ടാ പറഞ്ഞേക്കുന്നേ? വോളിയം ഓഫ് ക്യൂബ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 9 ക്യൂബിക് സെന്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അങ്ങനാണെങ്കിൽ എന്താണ് സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ഇൻക്രീസ് എത്രയായിരിക്കും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നിരിക്കുന്ന കാര്യത്തിൽ നിന്നാണ് പോണത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യം എടുത്തെഴുതാം. വോളിയം ഓഫ് എ ക്യൂബ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്യൂബിന്റെ വോളിയം നമുക്ക് വേണം. എന്താണ് വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത്? എന്താണ് വോളിയം ഓഫ് എ ക്യൂബ്? ഫോർമുല a³ ആണ് കേട്ടോ. എന്താണ് a³ സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഓക്കെ.
ഇനി പിന്നെന്താ പറഞ്ഞേക്കുന്നത്, സർഫസ് ഏരിയ ഓഫ് ക്യൂബും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സർഫസ് ഏരിയയും വേണം. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് എഴുതി വെക്കാം. എന്താണ് സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് പറയുന്നത്? 6 ഇൻറ്റു സൈഡ് സ്ക്വയർ ആണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6a² അഥവാ 6 ഇൻറ്റു സൈഡിന്റെ സ്ക്വയർ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി വോളിയം ഓഫ് ക്യൂബ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 9 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അതായത് വോളിയം ഓഫ് ചേഞ്ചിനുണ്ടാകുന്ന ക്യൂബിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ dV/dt. dV/dt എന്ന് പറഞ്ഞാൽ 9 ക്യൂബിക് സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് 9 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഇതാണ് dV/dt എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി dV/dt 9 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്ന് ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. dV/dt എന്താ? ക്യൂബിന്റെ വോളിയത്തിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അതായത് d/dt ഓഫ് എന്താണ്? v എന്താണ്? a³ അല്ലേ? d/dt ഓഫ് a³. ഇവിടെ ഞാൻ ഇപ്പൊ തൽക്കാലം നമ്മുടെ സൈഡ് എക്ക് പകരം എക്സ് എന്ന് കൊടുത്താൽ v എന്ന് പറഞ്ഞാൽ x³ എന്ന് കൊടുത്തു. അതുപോലെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6x² എന്ന് കൊടുത്തു. വേറൊന്നുമില്ലടാ, എക്ക് പകരം ജസ്റ്റ് എക്സ് എന്ന് കൊടുത്തു. നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം എക്സിലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ രീതി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ d/dt ഓഫ് a³ പകരം എന്തെഴുതാം? d/dt ഓഫ് x³ എന്ന് എഴുതാം അല്ലേ? d/dt ഓഫ് x³ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് x³ എന്താ? ഡെറിവേറ്റീവ് ഓഫ് x³ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ് റേസ് ടു 3 - 1 അല്ലേ? അതായത് 3 ഇൻറ്റു എക്സ് റേസ് ടു 3 - 1 എത്ര? 3 - 1 2 ആണ് അല്ലേ? 2. അപ്പൊ 3x² എന്ന് വരും. 3x² ഇൻറ്റു എന്താ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വേണം. ഡെറിവേറ്റീവ് ഓഫ് x³ ആണ് 3x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ d വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ dx/dt ആണേ. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് x³ എന്ന് പറഞ്ഞാൽ 3x² ആണ്. ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ dx/dt ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതെന്ന് പറയുന്നതല്ലേ എന്ത്? 9 എന്ന് പറയുന്നത് അല്ലേടാ? ഇതല്ലേ 9? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ dV/dt എന്ന് പറയുന്നതാണ് 9. ആ dV/dtക്ക് പകരമാണ് 3x² ഇൻറ്റു dx/dt എന്ന് കൊടുത്തത് അല്ലേ? അപ്പൊ എന്തെഴുതാം നമുക്ക്? 3x² ഇൻറ്റു dx/dt എന്ന് പറഞ്ഞാൽ 9 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് dx/dt പൊക്കിക്കൂടെടാ? dx/dt എന്തെഴുതാം? dx/dt എന്ന് പറഞ്ഞാൽ 9/3x² അല്ലേ? 9/3x². എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിൽ 3x² മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണ്. അത് റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ എന്തായി? ഡിവൈഡ് ചെയ്യാൻ കൊണ്ടുവന്നു അല്ലേ? ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന അങ്ങനെയല്ലേ? ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത ആള് റൈറ്റിലേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്യും, ലെഫ്റ്റിൽ ഡിവൈഡ് ചെയ്ത ആള് റൈറ്റിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് വന്നു? dx/dt എന്ന് പറഞ്ഞാൽ 9/3x² എന്ന് വന്നു. 9/3x² എന്താ? 9ഉം 3ഉം കട്ട് ചെയ്തു. 9ഉം 3ഉം കട്ട് ചെയ്യുമ്പോൾ 3. അപ്പോൾ 3/x² എന്ന് വരും. കണ്ടോ? dx/dtയുടെ വാല്യൂ എന്താ വന്നേ? 3/x² എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തിനാണ് ഈ dx/dt ഇവിടെ കണ്ടുപിടിച്ചതെന്നുള്ള കാര്യം ഞാൻ അടുത്ത പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ അല്ലേ? സർഫസ് ഏരിയക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് വേണ്ടത് അല്ലേ? നമുക്ക് നോക്കാം. സർഫസ് ഏരിയയുടെ ഫോർമുല എന്താ പറഞ്ഞേ? 6 ഇൻറ്റു x² എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സർഫസ് ഏരിയ ഞാനിപ്പോൾ എസ് ആക്കി കൊടുത്താൽ സർഫസ് ഏരിയക്ക് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിന് എന്തെഴുതാം? ds/dt എന്ന് എഴുതിക്കൂടെ? ds/dt അല്ലേ? ds/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് സർഫസ് ഏരിയ ഏതാടാ? സർഫസ് ഏരിയ 6x². അപ്പോൾ ഇനി എന്ത് വരും? d/dt ഓഫ് 6x². 6നെ ഞാനിങ്ങി പുറത്തെടുത്തു. ബാക്കി എന്താ ഉള്ളേ? d/dt ഓഫ് x². d/dt ഓഫ് x²നെ എന്തെഴുതാം? 2 ഇൻറ്റു എന്താ എക്സിൻ്റെത്? 2 ഇൻറ്റു എക്സ് വന്നു. പിന്നെ എക്സിൻ്റെത് dx/dt ആണ്. മനസ്സിലായോടാ? എന്താ? 6x² റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ 6 ഇൻറ്റു x² റേറ്റ് ഓഫ് ചേഞ്ച് 2x ആണ്. ഇൻറ്റു എക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് dx/dt ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ഇതിൽ നിന്ന് ഞാൻ dx/dt കണ്ടുപിടിച്ചതെന്ന്. ഈ വോളിയത്തിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് dx/dt കണ്ടുപിടിച്ചത് എന്തിനാ? ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് അല്ലേ? ഓക്കെ,
അപ്പോൾ എന്ത് വന്നു 6 × 2 × x. അപ്പോൾ എത്ര 6 2 12 12x ഇൻറ്റു dx/dt. dx/dtക്ക് പകരം എന്ത് കൊടുക്കാം? 3/x² എന്ന് കൊടുക്കാം. 3/x² എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് വരും ഇവിടെ? ഇവിടുത്തെ ഒരു എക്സും കട്ട് ചെയ്ത് പോയി. 12 × 3 12 × 3 എത്ര? 36. 36/x ഉണ്ട് അല്ലേ? 36/x എന്ന് വന്നു. ഇനി എന്താ ക്വസ്റ്റ്യൻ തീർന്നോ? എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കണ്ടോ? when the length of an edge is 10 cm. അപ്പോൾ എന്ത് വേണം നമ്മൾ? ലെങ്ത് ഓഫ് ആൻ എഡ്ജ് എന്ന് പറയുമ്പോൾ എക്സ് അല്ലേ? ക്യൂബിന്റെ ഒരു എഡ്ജിന്റെ ലെങ്ത് ആണ് ആ എക്സ് എന്ന് പറയുന്നത്. അത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 36/x ചെയ്യാം. 36/x എന്ന് പറഞ്ഞാൽ 36/10 അല്ലേ? 36/10 എന്ന് വരും. എത്രയാടാ? 36/10 3.6 കണ്ടോ? 3.6 എന്ത് വരും? cm²/സെക്കൻഡ്. എന്തുകൊണ്ടാ cm²/സെക്കൻഡ് വന്നത്? ക്വസ്റ്റ്യനിൽ സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? 36/10 cm²/സെക്കൻഡ് എന്ന് എഴുതിയത്. ഓക്കെ അല്ലേടാ? മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വയറ്റ് ലേക്ക് ആൻഡ് വേവ്സ് മൂവ്സ് ഇൻ ദ സർക്കിൾസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 cm/second. At the instant when the radius of circular wave is 10 cm, how fast is the enclosed area increasing? എടാ എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ശാന്തമായ തടാകത്തിലേക്ക് ഒരു സ്റ്റോൺ ഇടുകയാണ് അല്ലേ? നമുക്കറിയാം ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ കല്ലിടുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ വേവ് ജനറേറ്റ് ചെയ്യും അല്ലേ? ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വേവ് എന്ന് പറഞ്ഞാൽ സർക്കുലാർ ഷേപ്പ് ഉള്ളവയാണ്. എന്താണ്? ജനറേറ്റ് ചെയ്യുന്ന വേവ് സർക്കുലാർ ഷേപ്പ് ഉള്ളവയാണ്. ഇനി ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് ദ സർക്കിൾസ് മൂവ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ അല്ലേ? വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 cm/second ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് എന്താണ്? ആ സർക്കിൾസിന്റെ വേവ്സ് മൂവ് ചെയ്യുന്ന ആ ഒരു എന്താണ് സ്പീഡാണ് ഈ 4 cm/second എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് dr/dt ആണ് എന്തെന്ന് പറയുന്നത്? 4 cm/second എന്ന് പറയുന്നത് dr/dt അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. അങ്ങനാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അല്ലെങ്കിൽ ഇൻക്രീസിങ് എന്താണ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ചെയ്തൂടെ നമുക്ക്? അതായത് നമുക്ക് dA/dt വേണം. ഓക്കെ. ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് ജനറേറ്റ് ചെയ്യുന്ന വേവുകൾ സർക്കുലാർ ഷേപ്പ് ഉള്ളവയാണെന്ന്. അപ്പം നമുക്കറിയാം ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് സർക്കിൾ πr² ആണ് അല്ലേ? അപ്പം നമുക്കറിയാം ഏരിയ എന്താണ്? πr² ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? d/dt ഓഫ് πr² എന്ന് കൊടുത്തു. d/dt ഓഫ് πr² അല്ലേ? അപ്പോൾ എന്ത് വരും ഇവിടെ? ഡെറിവേറ്റീവ് ഓഫ് πr² നമുക്കറിയാം π × r² എന്താ? r²ന്റെ 2r ആണ് അല്ലേ? 2r ആണ് ഇൻറ്റു ഇനി എന്ത് വേണം? r²ൻ്റെതാണ് 2r. അപ്പോൾ r-ന്റെ dr/dt ഇൻറ്റു dr/dt. ഓക്കെ അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ മാത്രം മാറിയെന്നേ ഉള്ളൂ കേട്ടോ. സിറ്റുവേഷൻ മാറിയാലും അവസാനം വരുന്ന ഐഡിയ ഇതാണ്. അതിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ π × 2r × dr/dt. dr/dt എത്രടാ? 4 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 2πr × 4 എന്ന് കൊടുക്കാം അല്ലേ? 2 × π × r 2πr × 4 എന്ന് കൊടുക്കാം. ഇനി ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ആറിൻ്റെ വാല്യൂ റേഡിയസ് ഈസ് 10 cm എന്ന് പറയുന്നുണ്ട് അല്ലേ? റേഡിയസ് 10 cm ആണ്. അപ്പം എന്ത് ചെയ്യാം? റേഡിയസിന്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. 2 × π × 10 × 4 അല്ലേ? അപ്പം എന്ത് വരും? 4 × 2 8, 8 × 10 80, 80 π എന്ന് വരും. 80 π cm²/second അല്ലേ? ഏരിയ ആയതുകൊണ്ട് 80 π cm²/second എന്ന് വരും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ യൂണിറ്റ് കൂടി പ്രത്യേകം പറയുന്നത് ചിലപ്പോൾ ഓപ്ഷനിൽ ഇപ്പോൾ 80 π cm/second എന്ന് വരാം, cm³/second എന്ന് വരാം, cm²/second എന്ന് വരാം. അപ്പോൾ നിങ്ങൾ ലോജിക്ക് ഉപയോഗിച്ച് തന്നെ എഴുതണം. ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ്? cm²/second ആണ്.
വോളിയം ആണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഇതൊന്നും അല്ല, റേഡിയസിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണെങ്കിൽ എന്താണ്, സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ?